ോളം ദൈവം നമ്മളെ പുലർത്തിയല്ലോ. ശരിക്കും നമ്മൾ ഓരോ വർഷം എന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷം ആണ് നമ്മൾ ശരിക്കും കൗണ്ട് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ ഓരോ വർഷം എന്ന് പറഞ്ഞാൽ ശരിയാണ്, അത് നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന ഒരു അല്ലെങ്കിൽ ഇവന്റ് എന്ന് പറയും, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ നിമിഷത്തെയുമാണ് ശരിക്കും പറഞ്ഞാൽ അതിനെ നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. അതാണ് ശരിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിലും എല്ലാത്തിനും ഏറ്റവും ബ്ലെസ്സിങ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണ്. എങ്കിലും നമ്മൾ എല്ലാ വർഷവും നമുക്ക് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും നമ്മൾക്ക് പുതിയതായ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താനൊക്കെ പലപ്പോഴും നമുക്ക് ഈ വർഷത്തിന്റെ ഒരു അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ഒത്തിരി ഗുണകരമായി മാറുന്നുണ്ട്. അതൊരു വാസ്തവം തന്നെയാണ്. എങ്കിലും നമ്മുടെ ജീവിതത്തെ ഓരോ ആ, ദിവസം ദിവസം പ്രതി ദിവസം ഒന്നോ അല്ലെങ്കിൽ ഓരോ മണിക്കൂർ അല്ലെങ്കിൽ ഓരോ മിനിറ്റ് അങ്ങനെയുള്ള ഒരു കൗണ്ട് ആകുമ്പോൾ അത് അല്പം കൂടെ വിജിലന്റ് ആകുവാൻ തക്കണം, നമുക്കത് സഹായകരമായി തീരും. അത് ദൈവം നമ്മളെ അങ്ങനെ ചിന്തിക്കുവാൻ സഹായിക്കട്ടെ. എല്ലാ കർത്താവ് മക്കളെ ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കും. നമുക്ക് കുറച്ച് വരെ ഉള്ളൂ എങ്കിലും പലരും വന്നിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ പലർക്കും ഇന്റർവ്യൂ മീറ്റിംഗിന്റെ ഒക്കെ അതിന്റെ മീറ്റിംഗ് ഉള്ളത് കൊണ്ട് പലരും അതിൽ പോയിട്ട് ഉറക്കത്തിന്റെയൊക്കെ പ്രശ്നമുണ്ടല്ലോ, അതിന്റെ ക്ഷണത്തിലൊക്കെ ആയിരിക്കാം. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങളും ചിന്തിച്ചു, പലരും അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ മീറ്റിംഗ് ഇന്ന് വെക്കണമെന്ന് ആലോചിച്ചെങ്കിലും പിന്നീട് ചിന്തിച്ചു അങ്ങനെയല്ലല്ലോ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥന കിട്ടുന്ന അവസരമാണല്ലോ. പൊതുദിവസം ഒന്നാം ദിവസം തന്നെ അത് വേണ്ടെന്ന് വെക്കേണ്ട ആ ഒരു ചിന്ത വീണ്ടും ദൈവം തന്നതുകൊണ്ട് അത് വീണ്ടും തുടരുവാൻ നമ്മൾ ആഗ്രഹിച്ചു. അത് വെക്കാൻ തന്നെ തീരുമാനിച്ചു. അതുപോലെ എല്ലാവരെയും വീണ്ടും നമ്മൾ ഒരുമിച്ച് ദിവസം ധാരിക്കുന്നത് സ്തോത്രം. ദൈവം നമ്മളെ സകലത്തിലും അനുഗ്രഹിക്കട്ടെ. ഈ പുതുവർഷം ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നന്മയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ വർഷമായി തീരട്ടെ എന്ന് വീണ്ടും ആശംസിക്കുന്നു. ഞാൻ അധികം ആ, അതിന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ വാക്യം മാത്രം പറഞ്ഞുകൊണ്ട് ആ, നമ്മൾ പ്രാർത്ഥിക്കാനായി പോവുകയാണ്. സ്തോത്രം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്ന പോലെയല്ല, കർത്താവിനെന്ന പോലെ ഹൃദയപൂർവ്വം ചെയ്യുക. സ്തോത്രം. എന്നോട് ഇത് സംസാരിച്ചൊരു വാക്യമാണ്. എന്നോട് ഞാൻ ഈ വർഷം എന്ത് ചെയ്യണം കർത്താവിനോട് ചോദിക്കുമ്പോൾ എനിക്ക് തന്ന ഒരു വാക്യമാണ്. ആ, ദൈവത്തിന് ഒരു ആലോചനയാണിത്. നമ്മൾ ചെയ്യുന്നതെല്ലാം കർത്താവിന് വേണ്ടി ചെയ്യുന്ന പോലെ ചെയ്യുക, ഹൃദയപൂർവ്വം ചെയ്യുക. കർത്താവിന് വേണ്ടി ചെയ്യുന്ന പോലെ, ഓ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുന്നു, വേറൊന്നും എനിക്കിത് മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് എനിക്കിത് എന്നൊക്കെ ഉള്ള ഒരു നെഗറ്റീവ് ചിന്തയോടല്ല, മറിച്ച് എല്ലാം ചെയ്യുന്നതെല്ലാം കർത്താവിന് ചെയ്യുന്നത് പോലെ ഹൃദയപൂർവ്വം ചെയ്യുക. ഹൃദയത്തിനകത്ത് അങ്ങനെ ഒരു ആനന്ദത്തോടെ നമ്മൾ ചെയ്യുന്നത് എന്തായാലും, ഞാൻ പറയുന്ന കാര്യം ചെയ്യുന്നതെല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വായിലൊന്നും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതല്ല. നമ്മൾ പോയിരുന്ന് എന്ത് പറയുന്നത്, നമുക്ക് ദൈവഹിതമില്ലാത്ത ചില കാര്യങ്ങളിൽ എൻഗേജ് ആവുന്നതല്ല ഞാൻ പറയാം. നമ്മൾ ചെയ്യുന്നത് ദൈവപ്രകാരമുള്ള, ദൈവം ആഗ്രഹിക്കുന്ന, അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ക്ഷമിക്കുന്നതും നമ്മൾ സ്നേഹിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ ചിന്തകളും നമ്മുടെ ജോലിയും നമ്മുടെ ഇപ്പം ജോലി മീൻസ് എവിടെയാണെങ്കിലും, നമ്മുടെ ഓഫീസിലോ നമ്മുടെ കിച്ചണിലോ നമ്മുടെ വീട്ടിലോ നമ്മൾ ആ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇടപെടുന്ന കാര്യത്തിലായാലും നമ്മുടെ സ്പോസിനോട് സംസാരിക്കുന്ന ഏത് കാര്യമായി പൊക്കോട്ടെ, നമ്മൾ ചെയ്യുന്നതെല്ലാം കർത്താവിന് ചെയ്യുന്നത് പോലെ ഹൃദയപൂർവ്വം ചെയ്യുക. ദൈവത്തിന് ചെയ്യുന്നത് പോലെ, ഞാൻ എന്ത് ചെയ്യുമ്പോഴും കർത്താവ് ചെയ്യുന്നത് പോലെ, കർത്താവാണ് യജമാനം എന്നുള്ള ബോധ്യത്തിൽ ഞാനിത് ആർക്ക് വേണ്ടി ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്തയെക്കാളുപരി ഞാനത് കർത്താവിന് വേണ്ടി ചെയ്യുന്നു. സ്തോത്രം. ചിലപ്പോഴൊക്കെ മടുപ്പ് വരുന്ന സമയങ്ങളിൽ ഞാനത് കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ചെയ്യുക. എല്ലാവരും ദൈവം സഹായിക്കട്ടെ. കാരണം അതാണ് നമുക്ക് ഏറ്റവും പീസ് തരുന്നത്. നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ പ്രതിഫലം ദൈവം തരുമെന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. ഓഫ് കോഴ്സ് മനുഷ്യനാണ് അങ്ങനെയാ. പക്ഷെ നമ്മൾ ചെയ്യുന്നതെല്ലാം കർത്താവ് എനിക്ക് പ്രതിഫലം തരും എന്നുള്ള ചിന്തയോടല്ല, എന്ന് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കർത്താവിനോടുള്ള സ്നേഹത്തിൽ ദൈവം ഞാൻ അവിടത്തേക്ക് വേണ്ടി ചെയ്യുന്നു എന്നൊരു ചിന്തയോട് ചെയ്യാൻ വേണ്ടി ഞാനിത് പറയുന്നത്. ഹൃദയപൂർവ്വം ചെയ്യുക. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ദൈവം ഒരു പ്രതിഫലം തരും. അത് നമ്മൾ ചെയ്യുന്ന അതേ അളവിലല്ല, അതിനപ്പുറമായി ദൈവം തരും. പക്ഷെ അതേ കാര്യമായിരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ചെയ്യാൻ എന്ന് വേണമെന്നല്ല പറഞ്ഞു. പക്ഷെ അങ്ങനൊരു ചിന്ത നമ്മളെപ്പോഴും ബൂസ്റ്റ് ചെയ്യും. സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആർക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിലും നമ്മളെ അറിയാത്ത ഒരാൾക്ക് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന ഒരാളാണെങ്കിൽ ആർക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ ചെയ്യുന്നതെല്ലാം കർത്താവിന് ചെയ്യുന്നത് പോലെ ചെയ്യണം. ഹൃദയപൂർവ്വം, ഹൃദയത്തിന്റെ ആഴങ്ങൾ ദൈവമേ ഞാൻ അവിടത്തേക്ക് വേണ്ടി ഞാനത് ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ ഒരു കൈയടിക്കുമ്പോൾ ദൈവമേ ഞാൻ അവിടത്തേക്ക് ആരാധനയാണെന്ന് തരുന്നുള്ള ഒരു മനോഭാവത്തോട് ചെയ്യുക. ഞാനൊരു ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്കൊരു നല്ല വാക്ക് ഒരാൾ പറയുമ്പോൾ ഞാനത് കർത്താവിന് വേണ്ടി ചെയ്യുന്നുള്ള ഒരു മനസ്സോടെ പറയുക. ഹൃദയത്തിന്റെ ആ ഒരു ഹൃദയപൂർവ്വം പറയുക.
സ്തോത്രം. അപ്പൊ എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു, ഓഫ് കോഴ്സ് നമുക്ക് മനസ്സിൽ വരും ഞാൻ ഇത് ചെയ്തു എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരും. അത് മനുഷ്യ സ്വഭാവത്തിന്റെ ഭാഗം. അപ്പോഴും ഇത് കർത്താവിന് വേണ്ടി ചെയ്തു എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ അപ്പുറം സന്തോഷമായിരിക്കും. ഈ ദിവസങ്ങളിൽ, ഈ ഒരു പുതുവർഷത്തിൽ നമ്മുടെ എല്ലാം ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അത് ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് പോലെ. അതിന് താഴത്തെ വാക്ക് ഇങ്ങനെ പറയുന്നത്, ഹൃദയപൂർവ്വം ചെയ്യുക, കർത്താവിന്റെ സമ്പത്തിൽ യോജനങ്ങൾക്ക് പ്രതിഫലമായി വരുമെന്ന് ലഭിക്കുമെന്ന് അറിയുക. കാരണം കർത്താവായ ക്രിസ്തുവിനെയാണല്ലോ നിങ്ങൾ യഥാർത്ഥത്തിൽ സേവിക്കുന്നത്. ക്രിസ്തുവിനെ നമ്മൾ സേവിക്കുന്നത് ആ ഒരു തിരിച്ചറിവിൽ, നമ്മളെ സേവിക്കുന്നത് ആരെയാണോ ആ തിരിച്ചറിവിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ആ നമ്മൾ സേവിക്കുന്നയാൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ബോധ്യം ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാം, ആ വ്യക്തിയുടെ വലിപ്പത്തിനൊപ്പം നമ്മൾ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനൊരാൾക്ക് വേണ്ടി, ഇപ്പം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യുന്ന കൂട്ട്, അപ്പൊ ഞാനത് ചെയ്യുമ്പോൾ ഞാൻ ആ പ്രൈം മിനിസ്റ്ററുടെ പൊസിഷനെ കാണുന്നത്. ആ പൊസിഷൻ, അത്രയും വലിയ പദവിയിലിരിക്കുന്ന മനുഷ്യന് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യുന്നു, എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു പറയുമ്പോൾ, ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ആ പൊസിഷനെയാണ് വില കൊടുക്കേണ്ടത്. അത്രയും വലിയ പൊസിഷൻ ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ തമ്പുരാനെ നോക്കി, സകലവും സൃഷ്ടിച്ചവൻ, ലോകത്തിന്റെ ഉടയവൻ, ആ ദൈവത്തിന് നമ്മളൊരു കാര്യം, നമ്മൾ പലപ്പോഴും നമുക്ക് അതിന്റെ വില അറിഞ്ഞുകൂടാ, നമ്മൾ ചിന്തിക്കാറില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഞാനിത് ചെയ്യുന്നു, എന്റെ പിതാവിന് വേണ്ടി ഞാനിത് ചെയ്യുന്നു, ഉലകത്തിന്റെ നാഥന് വേണ്ടി ഞാനിത് ചെയ്യുന്നു എന്നുള്ള തിരിച്ചുള്ള ആ ബോധ്യം നമ്മൾ ഉണ്ടായി കഴിയുമ്പോൾ വലിയൊരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എത്തിക്കും. ഈ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ ചെയ്തികളും അങ്ങനെ തീരട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കും. അതിനെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാനേ സമയത്തെടുക്കുക. അതുപോലെ ന്യൂ ഇയറിൽ നമുക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ ചേർന്ന സമയത്തെ എടുക്കാനായി ആഗ്രഹിക്കുന്നു. അതിനൊരു സമയത്തെ എടുക്കുക. ശേഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും.